അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മിനി ഔട്ടിംഗ് ഡേ ആണ്. അപ്പോൾ നമ്മളിന്ന് ഡിമാർട്ടിലേക്കാണ് പോകുന്നത്. കുറേ നാളായിട്ട് നമ്മളിങ്ങനെ ഒരു വാക്ക് പറഞ്ഞു നമുക്ക് പറ്റിയ ഓഫറിന് പറ്റിയ സാധനം ആ ഡിമാർട്ടിൽ മാത്രമേ കിട്ടാറുള്ളൂ. സോ അങ്ങനെ നമ്മൾ പോവാണ്. ഓഫർ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ പോവാണ്. ഞാനാണ് ക്യാമറ പിടിച്ചേക്കുന്നത്. 4 പേരെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. വീഡിയോ എടുത്ത് ഞാൻ നോക്കുന്നതായിരിക്കും. സോ ഗൈസ് മിന്നു സൂണിൽ കുറച്ചുകൂടെ കയറി നിൽക്കും. സോ ഗൈസ് നമ്മളിപ്പോൾ ഡിമാർട്ടിൽ പോകുന്നതാണ്. പള്ളിയിൽ പോകുന്നത് വിചാരിച്ചാൽ പിന്നെ നമ്മൾ വിചാരിച്ചു അടുത്ത ആഴ്ച പള്ളിയിലും അമ്പലത്തിലും കൂടെ ഒന്നിച്ചങ്ങ് ഒറ്റ പോക്കങ്ങ് പോകാമെന്ന് വിചാരിച്ചു. സെപ്പറേറ്റ് ആയിട്ട് പോകുന്നതിനെക്കാട്ടി നല്ലതായി. പിന്നെ അതെ പിന്നെ നമ്മൾ ഇന്ന് രാവിലെ എണീക്കാൻ ലേറ്റായി. ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ടൊക്കെ കിടന്നുണ്ട്. സോ നമ്മൾ അതുകൊണ്ട് അതനുസരിച്ച് ടൈം നമ്മൾ മാനേജ് ചെയ്തു. എക്സാം ആയിട്ട് ഇങ്ങനെ നടക്കണമെന്ന് വിചാരിക്കരുത്. ഫുൾ ടൈം പഠിക്കാൻ പറ്റില്ല. നമുക്ക് പഠിക്കണം ആവശ്യം പഠിക്കണം. യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നും ഈ ഡെയിലി വ്ലോഗ് എടുക്കുന്നത് ഞങ്ങൾ 4 പേര് തന്നെയാണോ? കാരണം ഞങ്ങളുടെ കോലം കണ്ടിട്ട്. ബട്ട് ഞങ്ങൾ തന്നെയാണ് ഗൈസ്. ഞാൻ തന്നെ പറഞ്ഞ ഞാൻ എൻ്റെ ഫേക്ക് അക്കൗണ്ട് ഇങ്ങനെ ശരിയാണെന്ന് ഗൈസ് കാണാം. ഗൈസ് നമ്മളങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറ്റം കയറി ബസ് കയറാൻ വേണ്ടി പോവാണ്. പിന്നെ നമുക്കൊരു ഡാൻസ് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പൊ ആ ഒരു 2-3 ഷൂട്ട് ചെയ്യാനുണ്ട്. ഒന്ന് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഗൈസ് നമ്മളങ്ങനെ അറ്റ് ലാസ്റ്റ് മസാല ദോശ കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മസാല ദോശ അവിടെ എത്തുമ്പോഴത്തേക്ക് ക്ഷീണിക്കും. നമുക്ക് ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ദൂരമുണ്ട് ഡിമാർട്ടിലേക്ക്. നമ്മളിപ്പോൾ ബസ്സൊക്കെ കയറി പോകുമ്പോഴത്തേക്കിന് അറൗണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വിശമ്പ് ഇതാവും. പിന്നെ ഒന്നും കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഗ്യാസ് കയറാൻ ബാംഗ്ലൂർ എളുപ്പം. പക്ഷെ അവിടെ നിന്ന് ഡിമാർട്ടിലേക്ക് ബസ് കിട്ടാൻ മതി. നമ്മൾ കുറേ വെയിലത്ത് നിൽക്കണം. അപ്പോൾ നമ്മളിപ്പം അതുകൊണ്ട് മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചാലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 4 മണി കഴിക്കുമ്പോഴത്തേന് ഉച്ചത്തെ ഫുഡ് കഴിച്ചാൽ മതി. അങ്ങനെ പ്ലാൻ ചെയ്യുന്നു നമ്മൾ. മസാല ദോശ വന്നിട്ടുണ്ട്. 2 മസാല ദോശ ആട്ടോ വന്നിട്ടുള്ളത്. വെയിറ്റിംഗ് ഗൈസ്. അതല്ല, നമ്മൾ ഇവിടുത്തെ മസാല ദോശയ്ക്ക് 30 രൂപയുള്ളൂ. നാട്ടിലെ വെച്ച് നോക്കാൻ നമുക്ക് ലാഭമായിട്ട് തോന്നുന്നുണ്ട്. ടേസ്റ്റ് അതെ. ഇത് മതി. 4 മണി വരെ നമ്മൾ പിടിച്ചു ഉറപ്പായിട്ട്. ഒന്നും കഴിക്കല്ലേ ഗൈസ്. അപ്പം അങ്ങനെ എല്ലാവർക്കും ഫുഡ് വന്നിട്ടുണ്ട്. എല്ലാവരും കിട്ടിയ പടി തന്നെ കഴിക്കാൻ തുടങ്ങി. പിന്നെ കാണാനല്ലോ കുറച്ച് നമ്മൾ ആസ്വദിക്കണം. ഇരിക്കണേ നമ്മളങ്ങനെ മസാല ദോശ കഴിച്ചിട്ട് ഇറങ്ങി. കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി അത്രയ്ക്ക് വിശപ്പായിരുന്നു. നമ്മൾ മസാല ദോശ കഴിച്ചിട്ട് നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ബസ് പിടിക്കുന്നു പോകുന്നു. നമുക്ക് സമയമില്ല. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഇന്ന് ക്ലൈമറ്റ് കുറച്ച് കൂളാണ്. നമുക്ക് അത്രയ്ക്ക് വെയിൽ കയറുന്നപ്പോൾ വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് ഇതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വെയിലായിക്കോളും. ഇവിടെ ഷൂ റീൽസ് ഷൂട്ടൊക്കെ കഴിഞ്ഞത് 2 സോങ് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിന് അടുത്ത് നമ്മൾ ആ സോങ് ഒരിടത്തും കൂടി ഷൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് സമയം ഉണ്ടല്ലോ. ഇന്നത്തെ ഒരു പല പല സ്ഥലത്ത് വെച്ച് പിന്നെ ബസ് കയറിയിട്ട് വേണം ഗൈസ്. പിന്നെ ബസ്സിലാണ് നല്ല തിരക്കായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി. ബസ്സിൽ നല്ല തിരക്കുണ്ടായി. ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സീറ്റൊക്കെ കിട്ടിയത്. ഞങ്ങൾ സ്ട്രീറ്റിലെത്തി. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആയിട്ടാണ് ഇറങ്ങണ്ടായത്. അവിടെ ഒരു പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഞങ്ങൾ നയിച്ചത്. ഗൈസ് അങ്ങനെ സ്ട്രീറ്റിൽ ഇറങ്ങി. ബിനോയ്ക്ക് ഫോൺ കേസ് നോക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ഇങ്ങനെ നടക്കുക. ഗൈസ് അപ്പോൾ എൻ്റെ ഫോണുണ്ട് അത് നഗ്നയായിട്ട് ഇരിക്കുന്നത്. ഇച്ചിരി ഒച്ചത്തിൽ പറയുമോ? ഹോസ്റ്റലുള്ള പോലെ ഫോൺ നമ്മളിന്ന് കവർ വാങ്ങാൻ പോവാണ്. കവർ ഇല്ലായിരുന്നു എൻ്റെ ഫോണിന്. അപ്പോൾ ഡയലോഗ് അടിച്ചാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട ഫോൺ കവർ വാങ്ങാൻ വേണ്ടി വന്നേക്കാം. കുറേ കളക്ഷൻ മാർക്കറ്റ് എന്തെങ്കിലും വേണേൽ പറഞ്ഞു. ഇതിലൊരു സത്യാവസ്ഥ പിന്നെ ഇതൊന്നും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. സമയം കളയുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു പച്ച കളർ ഫോൺ കേസ് സെലക്ട് ചെയ്തായിരുന്നു. എന്നാലും പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് അത് എടുക്കണോ വേണ്ടയോ എന്ന്. അങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഞാനും ആരെയും അവിടെ ഒരു പ്ലാസ്റ്റിക് പൂ വിൽക്കണ കണ്ടായിരുന്നു. പിന്നെ ചുമ്മാ അവിടെ പോയി അതിൻ്റെ റേറ്റൊക്കെ നോക്കിയിരുന്നു ചേച്ചി ഞങ്ങൾ. നമ്മൾ ഡിമാർട്ടിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു ദിവസം സ്ട്രീറ്റ് വന്നപ്പം നമ്മൾ വഴി തെറ്റി നമ്മളൊരു പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അത് ആരെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഞാനാണ് കണ്ടുപിടിച്ചത്. അപ്പം നമ്മൾ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമാണ്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ 2 റീൽ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട്
വേറെ കളറൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് നമുക്ക് സിമ്പിൾ മതി. ജസ്റ്റ് ഞാൻ ചോദിച്ചോടാ ഗായ്സ്. അപ്പം ഇതാണ് ഒരു കുഞ്ഞു പാർക്ക് പോലെ, ഇങ്ങനെ ചുമ്മാ വന്ന് നമുക്കിങ്ങനെ കുറച്ച് നേരം ഇരിക്കാം, വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇതുണ്ട് ആനയുടെ ഒക്കെ ഷേപ്പിൽ, പിന്നെ അവിടെ ഒരു വേറൊരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഷേപ്പ് ഒക്കെ ഉണ്ട്. അകത്ത് കട അങ്ങനെ കുറേ സംഭവം ഇത്ര നാളത്തില്ലായിരുന്നു. നമുക്കിനി കുറച്ച് ഡാൻസും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിവിടെ ഇറങ്ങും കേട്ടോ. നമുക്ക് ടൈം മാനേജ് ചെയ്യണം. ഭയങ്കര പബ്ലിക് ഓഡിയൻസ് ഉള്ള സ്ഥലത്താണ്. പബ്ലിക് ചാലഞ്ച് ആയിരുന്നു. ബാക്കിലെ ആൾക്കാർ നോക്കി നമ്മള് വന്ന് ഡാൻസ് കളിക്കായിരുന്നപ്പോൾ എനിക്ക് ഒരു 5-6 പേര് ആ സ്റ്റെപ്പ് ഇരിപ്പുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് ഒന്ന് തുടങ്ങി ഡാൻസ് കളിക്കാനായപ്പോഴത്തേക്കിന് ഓരോരുത്തരെ വിളിച്ചോണ്ട് വരും. ഞെട്ടിപ്പോയത്. ആദ്യം നിൽക്കുമായിരിക്കും ഒരാൾ, എന്നിട്ട് ഇരിക്കും, കാണാൻ പറ്റാഞ്ഞിട്ട് താടി കൈ കൊടുത്ത് വീഴുമോ എനിക്കറിയത്തില്ല ഇത് എന്തുവാണ്. അപ്പൊ കളിക്കാനൊരു ചമ്മൽ മീൻസ് അല്ല, നമുക്ക് എന്തോ ഇതുപോലെ എന്താ പെൺപിള്ളേരെ കാണാത്ത ഒരാൾക്കാരെ നമുക്ക് ഫീൽ ഫുള്ളിങ്ങനെ അടിമുടി നോക്കുകയാണ്. ഇപ്പൊ തന്നെ നമുക്ക് പുറകെ കൂടെ കണക്കണം, നിരം ഇരിക്കുന്നുണ്ട്. അവരെ താടിക്കും കൈ കൊടുത്ത് ഇരിപ്പുണ്ടോ എന്ത് കൊടുക്കാൻ നോക്കിക്കൊണ്ട് ഞങ്ങൾ നമ്മൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ ഇവരെ ഒന്ന് പറഞ്ഞു കിട്ടിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. പോകാനൊന്നും പോകുന്നില്ല, നമ്മൾ പോകുന്നത് നോക്കിയിരിക്കാനാണ്. ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞു. ഈ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. നമ്മളിനി അടുത്ത ഡാൻസിലേക്ക് പോവാണ്. ഫോട്ടോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇടുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ചെക്ക് ഇട്ട് ഔട്ട്. നമ്മളങ്ങനെ വെള്ളം തപ്പിയുള്ള നടപ്പിലാണ്. അത് നല്ലതായിട്ട് ദാഹിക്കുന്നുണ്ട്, വെയിലാണ്. നമുക്കിനി 2 ഡാൻസ് പെൻഡിങ് ആണ്. വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. ഗൈസ് അങ്ങനെ ദാഹിച്ച് വലഞ്ഞിട്ട് തണുപ്പ് വന്നപ്പോൾ ഒരു സുഖം. ഗൈസ് നമ്മളങ്ങനെ നാരങ്ങ വെള്ളം കുടിച്ചു. നമ്മൾ നാരങ്ങ വെള്ളം എന്ന് പറയുന്നു, കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ഒരു തണുപ്പുണ്ടെന്ന് മാത്രമേ എനിക്ക് ഗുണം ഉണ്ടായിരുന്നുള്ളൂ. തണുപ്പ് അനുസരിച്ച് നമ്മൾ കുടിച്ചു. ഞങ്ങൾ റോഡിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് കേൾക്കുമോ അറിയില്ല. ഗൈസ് നല്ല വെയിലായിരുന്നു. നമ്മൾ തീരെ വയ്യാണ്ടായി. നമ്മളങ്ങനെ ബസ് പിടിച്ച് നമ്മൾ ഡിമാർട്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്, ഞായറാഴ്ച ആയതുകൊണ്ട്. കാണിച്ചു തരാം കേട്ടോ. ബിനോയ് ഇപ്പോഴേ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ബിനോയ് കൺട്രോൾ. ഗൈസ് ഇവിടെ നമുക്ക് നല്ല ഓഫേഴ്സ് ഉണ്ട്. ഇതിന് ബൈ 1 get 1 ഫ്രീക്ക് നമുക്ക് അത് ഒരെണ്ണത്തിന് 90 റുപ്പീസിന് കിട്ടും. ഞങ്ങൾക്കറിയില്ല ലാഭമാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. നിറയ്ക്കുന്നില്ല ബിനോയ്? പുഷ്പ 2ന്റെ റിലീസിനോടനുബന്ധിച്ച് മറ്റേ അല്ലൂർജിന്റെ ഫോട്ടോ ഒക്കെ വെച്ചൊരു ചിപ്സ്. ബിനോയ് അങ്ങനെ ചിപ്സിൻ്റെ ലേസിൻ്റെ ഒക്കെ സെക്ഷനിൽ വന്നേക്കാണ്. ഞങ്ങൾ ഇതുവരെ സ്വീറ്റ്സിൻ്റെ സെക്ഷൻ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ ഇതെന്ന് വെച്ചാൽ 28 രൂപയുള്ളൂ, പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ കണ്ണനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിനകത്ത് തപ്പിക്കൊണ്ടിരിക്കുക, എല്ലാം തൂക്കമൊക്കെ ആക്കിയിട്ടൊക്കെ വരത്തുള്ളൂ. ഗൈസ് നമ്മളങ്ങനെ അവരെ തപ്പി ഇറങ്ങിയപ്പോൾ മിന്നോസിൽ അവിടെ കളറിംഗ് ബുക്ക് തപ്പുന്നു. അനീന ജോളിയും കളറിംഗ് ബുക്ക് കിട്ടി 2 എണ്ണം. ഇവിടെ ഒരു കുഞ്ഞു വാവ വണ്ടി ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഡബിൾ ഡെക്കർ ബെഡ് പോലെ പിള്ളേരൊക്കെ പറ്റിക്കുന്ന ഒരു ഇത്. അയ്യോ അതിനകത്ത് മൾട്ടിപ്പിൾ ഇത് ടേബിളുണ്ട്, അത് കൊള്ളാം. വണ്ടി അയ്യോ ഗൈസ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരേ പാക്കറ്റ് നൂഡിൽസിനകത്ത് എത്ര എണ്ണം, അതായത് ഈ ഒരു പാക്കറ്റിനകത്ത് എത്ര എണ്ണം കിട്ടുമെന്ന് ആദ്യം ആര് കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കുന്നവരാണ് അത് മത്സരിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് എത്ര ഉണ്ടെന്ന്. ഒരു കോമഡി ഇത് റിപ്ലൈ പിന്നെ തരാവേ. ഗ്രൗണ്ടിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകണം.
ഗൈസ് നമ്മളിത് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് വന്നത്. താഴെ നമ്മുടെ ഗ്രോസറി ഐറ്റം ഡയലോഗ് അടിക്കാനാ തൊപ്പി വെച്ചിട്ട് ഡയലോഗ് ഏരിയയിലാണോ? இந்த കുരങ്ങ് ബൊമ്മയ്ക്ക് എത്ര രൂപ? തുണിയുടെ സെക്ഷനിൽ നമുക്ക് ഏതൊരു അറ്റത്ത് തുടങ്ങാം. നമുക്ക് അപ്പോൾ ഈ അറ്റത്ത് തുടങ്ങാം. ഞാൻ എന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഗൈസ് ഇവിടെ എല്ലാവരും കണ്ണാടി സെലക്ട് ചെയ്യാണ്. ഗൈസ് എല്ലാവരും ഗ്ലാസ് മുഖം തന്നായിരുന്നു എനിക്ക് താങ്കൾ. നമ്മളിപ്പോൾ കോഴികളുടെ വിനോസിൻ്റെ എല്ലാം വെച്ച് ജാക്കറ്റ് ഊരി വെച്ച് വെച്ചില്ലേ? വേറെ കളർ എടുക്കാന്ന് വിചാരിച്ചു. ഗൈസ് ഇത് നമ്മൾ ബോയ്സിൻ്റെ സെക്ഷനിലാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ട് വിനോയ് പറയുവാണ് ഇതിൻ്റെ ഒരു പീസ് അമ്മയ്ക്ക് എടുക്കാമെന്നൊക്കെ. ഗൈസ് നമ്മൾ ഓരോ ടീഷർട്ട്സ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുവാണ്. ബിനോയ്ക്കൊരു നീലയുണ്ട്. ട്രൈ ചെയ്തിട്ട് നമുക്ക് കാണാം. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്കത് എത്ര പൊക്കം. ഇതൊക്കെയാ ഡിമാർട്ടി വന്നുള്ള ഭ്രാന്ത്. ഇപ്പോൾ വേറെ ഡയലോഗ് ഞാൻ വേണമെങ്കിൽ വീഡിയോ അതിനകത്ത് കട്ട് ചെയ്ത് ക്ലിപ്പ് ആഡ് ചെയ്യാം. അവളുടെ കല്യാണത്തിന് അവൾ ഇങ്ങനത്തെയാണ്. എനിക്കൊന്ന് കാണണം. അമ്മ ഒന്ന് കമന്റ് ചെയ്യേണ്ടതാണ്. അമ്മ അപ്പൊ ഏതോ ഗുജറാത്തിക്കാരനെ അമ്മ നോക്കി വെച്ചേക്കോ. നോക്കിക്കോ ഞാൻ ചുമ്മാ അവിടെ പഞ്ചാബ് നമ്മൾ അങ്ങനെ എവിടെ എത്തി. നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് തുറന്നു പോകുന്നത്. ആക്ച്വലി ഇങ്ങനെയാണ് വരേണ്ടത്. കൊള്ളാവ കഴിച്ച് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് അനീനോട് നമ്മൾ ഫുൾ വീഡിയോ എടുത്തു തരുന്നതായിരിക്കും. ഷീ ഈസ് കമ്മിങ്. ഭ്രാന്തെന്ന് പറഞ്ഞാൽ ഇതല്ല, ഇത് വല്ലാത്ത തരം ഭ്രാന്തായിപ്പോ. ഞങ്ങൾക്ക് എന്തോ ഇതിട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും അതൊക്കെ ഇട്ട് ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അത് ഊരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല എന്നായിരുന്നു ആരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇട്ടിട്ട് നല്ല സുഖമുണ്ടായി. എന്തോ നമുക്കതിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും പോകണം അങ്ങനത്തെ ഒരു ഫീൽ തോന്നിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തുകൊണ്ടിരിക്കുക 3 പേരും. അങ്ങനെ അതൊക്കെ ഇട്ട് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി നടന്നേച്ച്. ഇതൊക്കെ ഞങ്ങളുടെ സ്ഥിരം പരിപാടി ഡിമാർട്ടിൽ പോയി കഴിഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു വേറെ സെക്ഷനിലേക്ക് പോയപ്പോൾ അവിടെ നെക്ക് പില്ലോ ഇരിപ്പുണ്ടായി. പിന്നെ അതൊക്കെ വെച്ച് കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് തന്നേച്ച്. പക്ഷെ ഇതൊന്നും വാങ്ങാനല്ല കേട്ടോ, കാണുമ്പോൾ രസം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ടെഡി ബിയേഴ്സ് ഇരിപ്പുണ്ടായി. അങ്ങനെ എല്ലാം ഓരോന്ന് വെച്ച് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ടെഡി ബിയർ പിടിച്ച് വെക്കാൻ. അപ്പോൾ ഓരോന്ന് വെച്ച് ഇങ്ങനെ റേറ്റ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾ. നമ്മൾ ഡിമാർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കുവാണ്. ഇതിന് 15 രൂപയുള്ളൂ. ലാഭം തോന്നി വാങ്ങി കഴിക്കുകയാണ്. വിനോ എല്ലാം പൊട്ടിച്ച് ദേഹത്തെല്ലാം ഒലിപ്പിക്കുക. ഗൈസ് നമ്മൾ വീട്ടുകാരുടെ അടുത്ത് പുറത്തു പോകുന്ന പറയുമ്പോഴത്തേനും അവർ നമ്മുടെ അടുത്ത് പറയുന്നത് ഫ്രൂട്ട്സ് വാങ്ങാൻ മറക്കല്ലെന്ന്. നമ്മളങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങാറില്ല. നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി കയറിയേക്കാണ്. ഗൈസ് നമ്മളപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി വന്നത്. നമ്മൾ ടേസ്റ്റ് ചെയ്തു, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രൂട്ട്സൊക്കെ ഫ്രഷാണ്. ഇത് വരുന്നത് ഡിമാർട്ടിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ ഇത് വരുന്നത്. നല്ല ഫ്രൂട്ട്സ് ആണ് ഇവിടെ. ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം. നല്ല ഫ്രൂട്ട്സ് ആട്ടോ, എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. നമ്മൾ ഓറഞ്ച് ആട്ടോ വാങ്ങിയത്. 1.5 കിലോ 100 രൂപ. ലാഭമായിട്ട് തോന്നി. അതെ എല്ലാം ഉണ്ട് ഗൈസ്. ഗൈസ് ഇപ്പോൾ സമയം 3:30 അപ്പോൾ 4 മണിയാവാതെ അനീന ജോളി എന്തായാലും ഫുഡ് കഴിക്കത്തില്ല. നമ്മളെന്തായാലും കഴിക്കാൻ പോവാം. നമ്മൾ നേരത്തെ മിന്നുൻ്റെ ഒക്കെ അമ്മ അച്ഛനൊക്കെ വന്നപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിമാർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, റെയിൽവേൻ്റെ അടുത്താണ്. നമ്മൾ ഇവിടെ തന്നെ ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ ബിനോ ഇവിടുത്തെ കഴിച്ചിട്ടില്ല. അപ്പം ബിനോയ്ക്ക് ട്രൈ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഫുഡിനെക്കാട്ടി ഇതിൽ നമുക്ക് ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ വ്യൂവും ലൈറ്റും നല്ല രസമാണ്. കാണിച്ചു തരാം ബാക്ക് ക്യാമറ ഇട്ടിട്ട്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ പോയിരിക്കാൻ വേണ്ടി. ഫോട്ടോ എടുക്കാനും കുറേ സ്പോട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വട്ടം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴാണ് വന്നത്. ഗൈസ് നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. ബിരിയാണി ഉണ്ട്, പപ്പടം ഉണ്ട്, സാലഡ് ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ സാലഡ് പ്ലസ് വാട്ടർ. അപ്പോൾ കഴിക്കാം, ഇട്ടോളൂ.
ഒരു ഹാഫ് ബിരിയാണി കഴിച്ചു തീർക്കാനുള്ള തന്ത്രപ്പാനാണ് ഗൈസ് നിങ്ങളീ കാണുന്നത്. നമ്മളേറെ കഷ്ടപ്പെടും, തിന്നു തീർക്കാൻ കഷ്ടപ്പെടും. നമുക്ക് അവർ വന്നേക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നല്ല തിളച്ച് അതിനെന്താ പറയുക സംഭവം. ഇവർ ചൂടുവെള്ളം നമുക്കൊരു ജാറിനകത്ത് തരും. ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ സാധാ മിനറൽ വാട്ടർ വെച്ചിട്ടുണ്ട്. നമുക്ക് പൊതുവെ സാധാരണ 20 രൂപ, അത് പൊട്ടിച്ച എക്സ്ട്രാ പൈസ. നമ്മൾ സാധാരണ ആൾക്കാർ ചൂട് കുടിക്കുന്നത് മിക്സ് ചെയ്യാനായിട്ട് അത് പൊട്ടിക്കുക, അങ്ങനെ അവർക്ക് ആ പൈസ നമുക്ക് ഭയങ്കര ബിസിനസ് വേണ്ടിയാണ്. നമുക്കൊരു ഇത് ബിരിയാണി കട ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ റോഡിന്റെ നടുക്കാണ് നിൽക്കുന്നത്. ബസ്സൊക്കെ റോഡിന്റെ നടുക്ക് നല്ലോണം വയറ് നിറഞ്ഞു. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാല് പൈസ കൊടുത്തതിന് അനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടി. നല്ല ക്വാണ്ടിറ്റി ചോദിച്ചപ്പോ പൂക്കാലം കിട്ടി. പക്ഷെ നമ്മുടെ വയറിനനുസരിച്ചുള്ളതല്ലായിരുന്നു. താങ്ങൂല. നമ്മൾ ഹാഫ് ചിക്കൻ ബിരിയാണി വാങ്ങിയത്, പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി ഒരു ഫുള്ളിനേക്കാൾ ഉണ്ടായിരുന്നു. സോ നമുക്കത് കുറച്ച് സമയം എടുത്തു. നമുക്കത് അതെ നമ്മൾ കഴിച്ച് ഒരു വിധത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പയ്യാണ് നടക്കുന്നത്. പയ്യനെ എത്തണം. സോ നമ്മൾ ഇറങ്ങി ബസ് കയറണം, തിരിച്ച് നേരെ ഹോസ്റ്റൽ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിപ്പോയി ബസ്. ഉറക്കപ്പിച്ചിലിരിക്കുവാണ്. ഉറക്കപ്പിച്ചിലൊന്നുമല്ല, ഇന്നത്തെ പരിപാടികളെല്ലാം ഇതായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ബസ്സിലൊക്കെ കയറി. കുറച്ച് തിരക്കുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സീറ്റ് കിട്ടിയ കാരണം നമുക്ക് ഭാഗ്യം പറ്റി. നമ്മൾ താഴോട്ട് പോവാണ്. ഇപ്പം 5:30 സമയമായി. 6 മണി വരെ നമുക്ക് ഔട്ടിങ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. സ്പീഡിൽ പോവാം നമ്മൾ എന്തായാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് ലാഗുണ്ട്, എന്നാലും വീഡിയോ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.